ഓക്കെ, ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്ത് തുടങ്ങിക്കടാ. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അടുത്ത് ഇതുവരെയുള്ള പോർഷൻസ് നോക്കി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കിയായിരുന്നോ? നോക്കിയായിരുന്നോ? നോക്കിയായിരുന്നോടാ? നോക്കിയായിരുന്നു ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, പക്ഷെ കുറച്ച് നോക്കി. ഓക്കെ, എങ്കിൽ ഞാൻ ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ആദ്യം, അത് ഞാൻ ആൻസർ ചെയ്യാം കേട്ടാ. നമ്മൾ ഇപ്പൊ കറന്റ്ലി നിൽക്കുന്ന അപ്ലിക്കേഷന്റെ URL ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതിന് നമ്മൾ ഏത് കമാൻഡാ യൂസ് ചെയ്യുക? self.browser.get. ഗെറ്റോ? ഞാൻ ചോദിച്ച കറന്റ്ലി നിൽക്കുന്ന URL റിട്രീവ് ചെയ്യാനാ, ആക്സസ് ചെയ്യാനല്ല. അത് മാം സെൽഫ് ഡോട്ട് ബ്രൗസർ ഡോട്ട് കറന്റ് URL അല്ലേ? കറന്റ് URL അതെ. ഇനി അജിത്ര പറഞ്ഞേ ക്വസ്റ്റ്യൻ, ഒരു പേജിന്റെ ടൈറ്റിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഒരു വെബ് പേജ്, അതിന്റെ ടൈറ്റിൽ എനിക്ക് പ്രിന്റ് ചെയ്യണമെന്ന് വിചാരിക്കുക, എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുക? സെൽഫ് ഡോട്ട് ബ്രൗസർ ഡോട്ട് എന്താ യൂസ് ചെയ്യേണ്ടി? പ്രിന്റ് സെൽഫ് ഡോട്ട് ബ്രൗസ് ബ്രൗസർ ഡോട്ട് ടൈറ്റിലാണോ? ഹെഡ് പ്രിന്റ് സെൽഫ് ഡോട്ട് ബ്രൗസർ ഡോട്ട് ബാക്കി ബ്രൗസർ ഡോട്ട് എന്നിട്ട് ആരെ വിളിക്കണം? നമുക്ക് ടൈറ്റിൽ അല്ലേ കാണേണ്ടേ? ടൈറ്റിലാണ് പ്രിന്റ് ചെയ്ത് കിട്ടേണ്ടത്. ടൈറ്റിലാണ്. ടൈറ്റിൽ ആണോ? വിശ്വാസം ആണെന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഡയാനയ്ക്ക്. നമ്മള് ഡ്രോപ്പ് ഡൗണിനെ സെലക്ട് ചെയ്യാനായിട്ട് ബൈ ഇൻഡെക്സ് എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞേ. D1 എന്നൊരു ഡ്രോപ്പ് ഡൗൺ ഉണ്ട്, ഞാൻ ലൊക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളേ. അതിലെ ഇൻഡെക്സ് വാല്യൂ 2 വാല്യൂ എനിക്ക് സെലക്ട് ചെയ്യണം. എങ്ങനെ ചെയ്യാൻ പറ്റും? ഇൻഡെക്സിലുള്ള 2 വാല്യൂ ആണെങ്കിൽ സെലക്ട് ഡോട്ട് സെലക്ട് ബൈ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് സെലക്ട് ബൈ ഇൻഡെക്സ്. ഓക്കെ, സെലക്ട് ഡോട്ട് സെലക്ട് ബൈ ഇൻഡെക്സ് ഓഫ് ബ്രാക്കറ്റിൽ എന്ത് പാസ് ചെയ്യും? 1 പാസ് ചെയ്യും. ഓക്കെ, ശരി. ഇനി ശിഖയ്ക്കുള്ള ക്വസ്റ്റ്യൻ, ഓക്കെ, എനിക്കൊരു ഒരു എലമെന്റിലേക്ക് എനിക്ക് ഡാറ്റയെ പാസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഒരു എലമെന്റിലേക്ക് എനിക്ക് വാല്യൂ പാസ് ചെയ്ത് കൊടുക്കണം. പാസ് ചെയ്ത് കൊടുക്കാൻ ഞാനായിട്ട് യൂസ് ചെയ്യുന്ന വെബ് എലമെന്റ് കമാൻഡ് ഏതാണ്? ഏതെങ്കിലും ഒരു മെസ്സേജ് ആണോ?
ഒരു മെസ്സേജോ വാട്ട് എവർ ഇറ്റ് ഇസ് ടെക്സ്റ്റ് ബോക്സിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ. മെസ്സേജ് ഇത് മെസ്സേജ് സെൻഡ് കീ വാല്യൂ കൊടുക്കുക കോഡ്സിനകത്ത്. കീസ് വാല്യൂ കൊടുക്കുക. ഓക്കെ. ഒരു ബട്ടണിനെ ക്ലിക്ക് ചെയ്യാനാണെങ്കിലോ? ഏതെങ്കിലും ബട്ടനെയാണോ? എനി ബട്ടൺ. ജസ്റ്റ് B1 എന്നൊരു ബട്ടൺ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഈ എന്താ പറയാ മെസ്സേജ് ഡോട്ട് ക്ലിക്ക് ഫങ്ഷൻ ബ്രാക്കറ്റ്. യെസ്, കറക്റ്റ്. പിന്നെ കറന്റ് URL ചോദിച്ചു. ഓക്കെ. എനിക്ക് എൻ്റെ ആപ്ലിക്കേഷന്റെ ഇപ്പൊ ഏത് ടാബാണ് ഓപ്പൺ ആയിട്ടുള്ളത് അതിന്റെ ഐഡി എനിക്ക് കിട്ടണം. ഒരു ഡൗട്ട് ഒന്ന് ചോദിച്ചോട്ടെ? ചോദിച്ചോ. കറന്റ് URL വിളിക്കാൻ വേണ്ടി ഞാൻ ആൻസർ പറഞ്ഞത് self.browser.get എന്നാ. ഗെറ്റ് തെറ്റാന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞു. തെറ്റാണ്. അതിന് ഏതായിരുന്നു ആൻസർ എന്ന്? കറന്റ് അണ്ടർസ്കോർ URL. റിട്രീവ് ചെയ്യാൻ കറന്റ് അണ്ടർസ്കോർ URL. നാവിഗേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗെറ്റ്. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇതൊക്കെ തന്നെ ചോദിക്കാനുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. ആർക്ക് വേണമെങ്കിൽ ആൻസർ പറയാം കേട്ടോ. അത് ഒരു എൻ്റെ ആപ്ലിക്കേഷനിൽ ഒരു ടാബ് ഓപ്പൺ ആയിട്ടുണ്ട്. ആ ടാബിന്റെ ID എനിക്കൊന്ന് റിട്രീവ് ചെയ്യണം. എങ്ങനെ ചെയ്യാൻ പറ്റും? എനിവൺ ക്യാൻ ആൻസർ. ഓപ്പൺ ക്വസ്റ്റ്യൻ ആണ്. വിൻഡോ ഹാൻഡിൽ. യെസ്, ഐഡി. ടാബിന്റെ ID അല്ലേ മാം? ടാബിന്റെ ID. സെൽഫ് ബ്രൗസർ എന്താ പറയാ കറന്റ് വിൻഡോ ഹാൻഡിൽ. യെസ്, കറന്റ് വിൻഡോ ഹാൻഡിൽ. കറക്റ്റ്. മാം കഴിഞ്ഞ മാം ഒരു ഡൗട്ട് ചോദിക്കാനായിരുന്നു. ചോദിച്ചോ. നമ്മൾ റാൻഡം ആയിട്ട് നോക്കിയപ്പോഴേ ഈ ആക്ഷൻ ചെയിൻസ് എന്തിനായിരുന്നു മാം? ആക്ച്വലി ആക്ഷൻ ചെയിൻസ് യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോ റൈറ്റ് ക്ലിക്ക് ചെയ്യുക അങ്ങനത്തെ ആക്ഷൻസ് ചെയ്യത്തില്ലേ, ഓവർ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഫംഗ്ഷനാലിറ്റീസ് എഴുതിയിട്ടുള്ളത് ആക്ഷൻ ചെയിൻസ് എന്ന് പറഞ്ഞ ക്ലാസ്സിലാണ്. മാം ഒരു മിനിറ്റ് ഞാൻ ഒന്ന് എഴുതിക്കോട്ടെ മാം. എങ്ങനെയാണ് മാം? ആക്ഷൻ ചെയിൻസ് ക്ലാസ് is a built-in class used to perform actions, right? Perform actions, right? Right action, right click, അല്ലേ? Actions like right click, mouse over, etc. ഞാൻ ഇന്നലെ നോക്കിയിട്ട് കുറെ നേരം അങ്ങനെ ഇരുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. ഇപ്പൊ ക്ലിയർ ആയോ? മാം എക്സെട്ര പറയുമ്പോ എന്താ? നമ്മള് റൈറ്റ് ക്ലിക്ക് ആൻഡ് മൗസ് ഹോവറിംഗ് മാത്രല്ലേ മാം പറഞ്ഞെന്നുള്ളായിരുന്നു? അതെ, അതൊക്കെ തന്നെയാണ് നമുക്ക് മെയിൻലി വരുന്നത്. വേറെ എന്തൊക്കെ ആക്ഷൻസാ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആക്ഷനകത്ത് ബാക്ക് ഫ്രണ്ടിലോട്ട് പോകാൻ അതൊക്കെ ഉണ്ടാവോ? അതോ ബാക്കിലോട്ട് ഫ്രണ്ടിലോട്ട് പോകാൻ നമുക്ക് ഓൾറെഡി നാവിഗേഷൻ കമാൻഡ്സ് ഇല്ലേ? ഉണ്ട്. അത് ഇതിനകത്ത് വരും. അത് ഇതിനകത്ത് നാവിഗേഷൻ കമാൻഡ്സ് നമ്മുടെ റിലേറ്റഡ് അല്ല. ഓക്കെ. ജസ്റ്റ് റൈറ്റ് ക്ലിക്കും മൗസ് ഹോവറിംഗും. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നിൽ കൂടുതൽ ടാബുകൾ വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് നോക്കാം. ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്തോളൂ. നമ്മൾ ഫ്രെയിം ആണ്, ഒന്നിൽ കൂടുതൽ ഫ്രെയിം വന്നാൽ നമ്മൾ എന്ത് ചെയ്യാന്നുള്ള പഠിച്ചല്ലേ? അതെ. ഇനി നമ്മൾ നോക്കുന്ന ഒന്നിൽ കൂടുതൽ ടാബുകൾ വന്നാൽ എന്ത് ചെയ്യും? ഫ്രെയിമിന്റെ അല്ലായിരുന്നു എലമെന്റ്സ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അതെ, ഫ്രെയിമിലായിരുന്നു നമ്മൾ എലമെന്റ്സ് എന്ന് പറഞ്ഞു കൊടുത്തത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടാബ് ആണ്. ഇതാരാണ് ഇതിൽ മനോഹരമായ പാട്ട് പാടുന്നത്? അത്രയാണ് ഗായിക. പാടിക്കോ അജിത്ര, കുഴപ്പമില്ല. നമുക്ക് എന്റർടൈൻമെന്റ് ആവില്ല ഇടയ്ക്ക്. സ്ക്രീൻ ഷെയർ ചെയ്തടാ. ഷെയർ ചെയ്യണോ? ഒരു സെക്കൻഡ്. ഷെയർ ചെയ്തോളൂ.
സ്ഥിരം ഷെയറിംഗ് പാർട്ട്ണർ ഷെയർ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തോ. ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കുന്നതാണോ? പറയും, ആരെങ്കിലും ഷെയർ ചെയ്തോ. തന്റെ സ്ക്രീൻ കാണുമ്പോഴാണ് ഞങ്ങൾക്കൊരു സന്തോഷം. അതെ, വേണ്ട, എനിക്കത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അത് പറഞ്ഞിട്ട് തൽക്കാലം വെച്ചോ. കാണാവോ? ആ, കാണാം. അവളുടെ പ്രശ്നം എന്താ അറിയാ, അവളുടെ കൊറേ ടാബ് ഓപ്പണാ. അപ്പൊ എന്തെങ്കിലും അതെ, പറയുമ്പോ അവൾക്ക് സെർച്ച് ചെയ്ത് അതന്നെ സെർച്ച് ചെയ്ത് മടുക്കൂ. ഓക്കെ, ഫൈൻ. ഓൾറൈറ്റ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാ, നമ്മളുടെ പൈച്ചാം എടുത്തോളൂ. പൈച്ചാമില് ഓൾറൈറ്റ്. യെസ്, പൈച്ചാമില് പുതിയൊരു ഫയല് ക്രിയേറ്റ് ചെയ്തോളൂ. മൾട്ടിപ്പിൾ tabs.py. ഹാൻഡിൽ മൾട്ടിപ്പിൾ ടാബ്സ് കൊടുത്തോളൂ. ഹാൻഡിൽ മൾട്ടിപ്പിൾ ടാബ്സ് ഡോട്ട് പി വൈ അല്ലേ? അതെ. ഹാൻഡിൽ മൾട്ടിപ്പിൾ ടാബ്സ്. ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തോളൂ. ബേസിക് സെലീനിയം ഇമ്പോർട്ട് ചെയ്യണോ മാം? ബേസിക് സെലീനിയം ഇമ്പോർട്ട് ചെയ്യണം. നമ്മളുടെ എല്ലാത്തിലും ചെയ്യണം. ഇമ്പോർട്ട് ചെയ്തേടെ ബേസിക് സെലീനിയം. ഓക്കെ. ഓക്കെ, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തോളൂടാ. ഹാൻഡിൽ ഫ്രെയിമിന്റെ താഴെ അല്ലേ? അതെ. വെരിഫൈ മൾട്ടിപ്പിൾ ടാബ്സ്. മാം എന്റെ തെറ്റിപ്പോയി മാം. ഹാൻഡിൽ ഫ്രെയിം അല്ലല്ലോ, ഹാൻഡിൽ മൾട്ടിപ്പിൾ ടാബ്സ് എന്നല്ലേ ഇത് കൊടുക്കുക? അതെ, മൾട്ടിപ്പിൾ ടാബ്സ് ആണ്. എന്താ കൊടുത്തത്? ഞാൻ ഫ്രെയിം കൊടുത്തു. റീനെയിം ചെയ്തോ? മൾട്ടിപ്പിൾ ഡെഫ് വെരിഫൈ മൾട്ടിപ്പിൾ ടാബ്സ് അല്ലേ? ഓക്കെ, അതിൽ താഴെ ഞാനൊരു URL തരാം, അതിലേക്ക് നാവിഗേറ്റ് ചെയ്യാം കേട്ടോ. self.browser.get അല്ലേ? Yes, browser.get. browser.get. തന്നു മാം. ചാറ്റിലുണ്ടോ? ഓക്കെ. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സില് മാം ഒരു സെക്കൻഡ് ഇപ്പൊ വരാവേ. ഓക്കെ, self.browser.get കൊടുത്തു, നമ്മൾ URL പാസ് ചെയ്തു അല്ലേ? ഓക്കെ, അതെ.
എല്ലാവരും URL ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. Control, yeah. നമ്മൾ അന്ന് ഫ്രെയിമിന്റെ കണ്ട URL അല്ലേ? ഫ്രെയിമിൽ തന്ന URL അല്ല ഇത്, ഡിഫറൻസ് ഉണ്ട് URL. ഇത് മൾട്ടി ടാബിന്റെ URL ആണ്. അതേ സെയിം സൈറ്റിൽ തന്നെയാണ് URL വരുന്നത്. ഓക്കെ, തിരിച്ചു വന്നു മാം. എന്തുവായിരുന്നു? ഓക്കെ, മാം എന്നിട്ട് എന്താ പറഞ്ഞത്? സെൽഫ് ഡോട്ട് ബ്രൗസർ ഡോട്ട് ഗെറ്റ് എന്നിട്ട് പാസ് ചെയ്തില്ലേ? അവിടം വരെ പറഞ്ഞിട്ടുള്ളൂ. ഇനി പറയാൻ പോകുന്നുള്ളൂ നമ്മള്. ഇതെന്താ മാം എനിക്ക് സെൽഫിന്റെ അവിടെ എററുണ്ടോ? സെൽഫ് ഡോട്ട് സെൽഫ് കോമ എന്താ കൊടുത്തിരിക്കുന്നത് അവിടെ? ബ്രൗസർ. അതല്ല, മുകളില് ബ്രൗസർ ഡോട്ട് ഗെറ്റ്. ഓക്കെ, മുകളിൽ സെൽഫ് ഞാൻ തന്നെ ടൈപ്പ് ചെയ്തപ്പോ അതിനകത്ത് വന്നതാണ്. ശരിയല്ലേ? ഓക്കെ. ഇനി ഇതിലോട്ട് പോണോ മാം? URL ഓപ്പൺ ചെയ്യാം. My goodness. ഓപ്പൺ ചെയ്തു. അതില് ന്യൂ ടാബ് എന്നിട്ട് ഓപ്ഷൻ കണ്ടോടാ? ആദ്യത്തെ അല്ലേ? ആ ബട്ടൺ റെഡ് സ്പാത്ത് എഴുതിക്കേ. കൊടുത്തു. ഓക്കെ, ID വെച്ചിട്ട്. അപ്പോ മാം ഏതിന്റെ എക്സ്പാത്താ? ആ ന്യൂ ടാബ് എന്നിട്ടൊരു ബട്ടൺ ഇല്ലേ എന്നോട് അതിന്റെ അകത്ത്? ഓക്കെ ഓക്കെ. ശരി. // ഇതെപ്പോഴും ഞാൻ മറന്നു. ആട്രിബ്യൂട്ട് ID equal to value ടാബ് ബട്ടൺ. എഴുതി. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിലേക്ക് തിരിച്ചു വരാം. ഇവിടെ നിങ്ങളുടെ കറന്റ് URL ഇങ്ങടുത്തെ. ഇവിടെ കറന്റ് URL ഫെച്ച് ചെയ്തിട്ട് ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് വെച്ച എല്ലാവരും. കറന്റ് URL എന്ന് പറഞ്ഞാൽ ഇതല്ലേ? കറന്റ് URL അല്ല, കറന്റ്ലി ഓപ്പൺ ആയിട്ടുള്ള ടാബിന്റെ ID. അതിന് ഏത് ഫംഗ്ഷനാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്? എക്സ്പാൻഡ് സെൽഫ് ഡോട്ട് ബ്രൗസർ ഡോട്ട് എന്താണ് കറന്റ് URL അല്ലേ? കറന്റ് ആണോ? എനിക്ക് ടാബിന്റെ ID ആണ് വേണ്ടത്. അപ്പം മറ്റേ വിൻഡോ ഹാൻഡിലോ? കറന്റ് വിൻഡോ ഹാൻഡിൽ. യെസ്, ഫസ്റ്റ് വിൻഡോ ഹാൻഡിൽ ID എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യടാ. ഫസ്റ്റ് വിൻഡോ എന്നിട്ട് ഫസ്റ്റ് വിൻഡോ എന്ന് കൊടുക്കൂ. എന്നിട്ട് ഈക്വൽ ടു സെൽഫ് അല്ലേ? സെൽഫ് ഡോട്ട് ബ്രൗസർ ഡോട്ട് കറന്റ് അണ്ടർസ്കോർ വിൻഡോയോ? എങ്ങനെയാ മാം? എങ്ങനെയാണ്? സെൽഫ് ഡോട്ട് കംപ്ലീറ്റ് കഴിഞ്ഞു പോയി, മറന്നുപോയി. കറന്റ് അണ്ടർസ്കോർ വിൻഡോ അണ്ടർസ്കോർ ഹാൻഡിൽ ബ്രൗസർ ഡോട്ട് കറന്റ് പ്രിന്റ് ചെയ്യണ്ടേ മാം? അപ്പൊ ഇത് പ്രിന്റ് ചെയ്യാനാകുമ്പോ ഞാൻ പറയാം. മാം അണ്ടർസ്കോർ ഇല്ലേ? കറന്റ് അണ്ടർസ്കോർ വിൻഡോ ആണോ അതോ കറന്റ് അണ്ടർസ്കോർ URL അല്ല?
അല്ലടാ വിൻഡോ അണ്ടർസ്കോർ ഹാൻഡിൽ അല്ലേ ഐഡിക്ക് ടാബ് ഐ ഡി അല്ലേ മാമിന് വേണ്ട ഇപ്പം അതെ, എനിക്ക് വേണ്ടത് വിൻഡോയുടെ ഐഡിയ ആണ്. വിൻഡോ ഹാൻഡിൽസ് അല്ലേ? വിൻഡോ ഹാൻഡിൽ ഹാൻഡിൽസ് എവിടെയോ ഹാൻഡിൽ എനിക്ക് എന്തോ ഒരു തെറ്റുണ്ടല്ലോ. കറണ്ടിന്റെ സി സ്മോൾ കൊടുത്തേ, ഏഹ് കറണ്ടിന്റെ സി സ്മോൾ കൊടുത്തേ. ഓക്കെ ഇങ്ങനെ ആയാൽ മതിയായിരുന്നു. അപ്പൊ വിൻഡോയോ? കറണ്ട് വിൻഡോ ഹാൻഡിൽ. ഓക്കെ. വിൻഡോ സ്മോൾ ആണോ മാം? ഏതാടാ? വിൻഡോ സ്മോൾ അല്ലേ? വിൻഡോയുടെ W സ്മോൾ ആണോ അതോ? വിൻഡോയുടെ W സ്മോൾ. ശരിയാ. ഓക്കെ ഓൾറൈറ്റ്. ഇതുവരെ എല്ലാവരും എത്തിയോ? കിട്ടി. കിട്ടി. ഓക്കെ. അത് വല്ലതും കൊടുക്കണോ? സ്വിച്ച് ടു എന്ന് വല്ല ഓപ്ഷൻ വല്ലതും കൊടുക്കണോ? സ്വിച്ച് ടു വേണ്ട. സ്വിച്ച് ടു കൊടുക്കുന്നതിന് മുൻപ് ഒരു കാര്യം ചെയ്യണ്ട നമുക്ക്. എനിക്ക് സജഷൻ വന്ന കേട്ടോ. അല്ലാതെ ഞാനായിട്ട് പറഞ്ഞു. സജഷൻ വന്ന് കുഴപ്പമില്ല. ഇനി എന്ത് ചെയ്യണം നമുക്ക്? ഫസ്റ്റ് എന്നിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ അല്ലെ? ഫസ്റ്റ് ഫസ്റ്റ് വിൻഡോ ഈക്വൽസ് ഉണ്ട് വാല്യൂ അസൈൻ ചെയ്തു. നമുക്ക് അസൈൻ ചെയ്യണം. ഇനി ആ ന്യൂ ടാബിന്റെ പുതിയ ടാബിടെ ന്യൂ ടാബ് എന്നിട്ടൊരു ബട്ടൺ കണ്ടായിരുന്നോ നമ്മളുടെ വെബ് പേജിന്റെ അകത്ത്? നമ്മൾ എക്സ്പാത്ത് എഴുതിയില്ലേ? എക്സ്പാത്ത് എഴുതിയതിന് ക്ലിക്ക് ഒന്ന് സിമുലേറ്റ് ചെയ്തേ. നമ്മളിപ്പോ ഒരു എക്സ്പാത്ത് എഴുതിയില്ലേ? ആ എക്സ്പാത്തിനെ നമുക്കിവിടെ പൈച്ചാമിൽ എഴുതുക, ക്ലിക്കിനെ സിമുലേറ്റ് ചെയ്യാം. ചെയ്തേ? ഒന്നും മനസ്സിലായില്ല. എന്തോ ക്ലിക്ക് ഏതാ ക്ലിക്ക് ചെയ്യേണ്ടത്? ന്യൂ ടാബ് എന്ന് പറഞ്ഞ ബട്ടണിന്റെ എക്സ്പാത്ത് നമ്മൾ എഴുതി വെച്ചു ഇല്ലേ? ആ എക്സ്പാത്ത് ഇവിടേക്ക് എടുക്കുക. നമ്മൾ നോർമലി ലൊക്കേറ്റർ എഴുതുന്ന പോലെ എഴുതുക, ക്ലിക്ക് സിമുലേറ്റ് ചെയ്യുക. അതായത് മാം ഉദ്ദേശിച്ചത് ഇപ്പൊ ഫസ്റ്റ് വിൻഡോ നമ്മൾ കൊടുത്തു. ഇനി ഞാനൊരു എന്താണ് ന്യൂ ടാബ് ഈക്വൽ ടു എന്ന് വെച്ച സെൽഫ് ഡോട്ട് ബ്രൗസർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് അതല്ലേ മാം ഉദ്ദേശിച്ചേ? യെസ്, കറക്റ്റ്. എന്നിട്ട് അതിന്റെ താഴെ ഡോട്ട് ക്ലിക്ക്, ആ വേരിയബിൾ ഡോട്ട് ക്ലിക്ക് അല്ലേ? അതിനെയാണ് ക്ലിക്ക് സിമുലേറ്റ് ചെയ്യാന്ന് പറയുന്നത് അല്ലേ? മാം പേടിച്ചു പോയി. ഇത് ഞങ്ങള് ടേംസ് നിങ്ങൾ സ്ഥിരം കേൾക്കൂ. ഇനി പേടിക്കാൻ പാടില്ല. Okay, new tab browser self dot browser dot find element കൊടുത്തിട്ട് by dot xpath dot xpath കോഴ്സിനകത്ത് നമ്മുടെ സാധനം കൊടുക്കുക. എന്നിട്ട് അതിനെ തന്നെ വിളിക്കുക ന്യൂ ടാബ് ഡോട്ട് അങ്ങനെയല്ലായിരുന്നോ? ഡോട്ട് ക്ലിക്ക് ഫങ്ഷൻ അല്ലേ? അതെ. എനിക്ക് വരുന്നില്ല മാം. എന്തോ ബൈ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നല്ലോ. മാം ഒരു മിനിറ്റ്. ഇമ്പോർട്ട് സെലീനിയം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ന്യൂ ടാബ് ഡോട്ട് ക്ലിക്ക് അല്ലേ? അതെ, അത്രേ ഉള്ളൂ. ന്യൂ ടാബ് ഡോട്ട് ക്ലിക്ക്. യെസ്. മാം ഒരു മിനിറ്റ് മാം ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം മാം. 1 മിനിറ്റ്. എല്ലാവരും എവിടെ വരെ എത്തിയാ പറയണേടാ? ഞാൻ എത്തി മാം. ഓക്കെ, ശില്പ എനിക്ക് മനസ്സിലായി എത്തി. സോറി ശിഖ എത്തിയെന്ന് മനസ്സിലായി. എത്തി മാം. അജിത്ര എത്തി. റിന്റു
മാം പറഞ്ഞോളൂ. ഓക്കെ, നെക്സ്റ്റ് പറയാണ്. ഇനി ഇതിന് താഴെ ഞാൻ തരുന്ന കോഡ് ടൈപ്പ് ചെയ്യാം കേട്ടോ. മാം ഇതെന്തോ എങ്ങനെയായിരുന്നു മാം പറഞ്ഞത്? ന്യൂ ക്ലിക്കിനെ എന്തോ ചെയ്യാനാ? ന്യൂ ടാബ് എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കേ. URL വന്നിട്ട് ആ ന്യൂ ടാബിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കേ. ഇതോ? URL വരിക, ന്യൂ ടാബ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ എന്താ സംഭവിക്കും? പുതിയൊരു ടാബില് ദിസ് ഇസ് എ സാമ്പിൾ പേജ് എന്ന് വന്നു അല്ലേ? ഇതാണ് എനിക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട്. അപ്പൊ പ്രിന്റ് ചെയ്യണോ? പ്രിന്റ് ചെയ്യാനല്ല, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ വന്നോളൂ, ഇതിന്റെ കോഡിലേക്ക് വന്ന് പൈച്ചാമിലേക്ക് വന്നോ. ഞാന് ഒരു ചാറ്റ് ഇതാ കോഡിൽ ഇടുന്നുണ്ട്. അതിൽ എൻ്റെ ഫസ്റ്റ് വിൻഡോ ഹാൻഡിൽ ID എന്ന് പറയുന്ന വാല്യൂ മാറ്റിയിട്ട് എന്ത് കൊടുക്കണം? നിങ്ങൾ എന്താണോ അവിടെ, ഓക്കെ വെയിറ്റ്, അതിന് മുൻപ് പറഞ്ഞുതരാം. ഇനി ഇത്രയും ചെയ്തു. ഇനി നമ്മൾക്ക് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം എത്ര ടാബുകൾ ഓപ്പൺ ഉണ്ടാവും? ഒരു ടാബിൽ ഓപ്പൺ ആയുള്ളൂ. ഇപ്പൊ നമുക്ക് ഒരു ടാബ് ഓപ്പൺ ആയിട്ടുള്ളൂ. ആ ന്യൂ ടാബ് ക്ലിക്ക് ചെയ്ത ശേഷം എത്ര ടാബ് ഉണ്ട്? 2 ടാബ്. 2 ടാബ് ഉണ്ട്. യെസ്. അപ്പോ നമുക്കിപ്പോ മോർ ദാൻ 1 ടാബ്സ് ഉണ്ട് അല്ലേ? പിന്നെ എനിക്ക് എന്ത് വേണം? ഈ ഒന്നിൽ കൂടുതൽ ടാബ്സ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ എല്ലാ ടാബ്സിന്റെയും ID റിട്രീവ് ചെയ്യണം അല്ലേ? അതായത് ഇപ്പൊ നിലവിൽ ഓപ്പൺ ചെയ്തിരിക്കുന്ന 2 ടാബിന്റെയും ID റിട്രീവ് ചെയ്യണം. ഇപ്പൊ നമ്മൾ current_window_handle യൂസ് ചെയ്താൽ ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്ന URLന്റെ ID മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ശരി. എനിക്ക് വേണ്ടത് എങ്ങനെയാണ്? എല്ലാ IDസിനെയും ഒരുമിച്ച് റിട്രീവ് ചെയ്യണം. ഓക്കെ, അങ്ങനെ റിട്രീവ് ചെയ്യാനായിട്ട് current_window_handle പോലെ തന്നെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് current_window_handles. ഒരു എസും കൂടെ ചേരുന്നേ ഉള്ളൂ. നമ്മൾ ഫൈൻഡ് എലമെന്റ്സ് പറഞ്ഞതുപോലെ ഇവിടെ current_window_handles എന്ന് വെച്ചാൽ അവിടെ എന്തിനായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഒന്നുകൂടെ പറയാം. നമുക്കിപ്പോ 2 ടാബ്സ് ഉണ്ടെന്നുള്ള ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കിപ്പോ 2 ടാബുകളുടെ ID റിട്രീവ് ചെയ്യണം. വേണ്ടേ? ഇപ്പൊ ഒന്നിൽ കൂടുതൽ ടാബുകൾ ഉണ്ടെങ്കിൽ ടാബുകളുടെ ഐഡിയെ റിട്രീവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ട് ആണ് കറന്റ് വിൻഡോ ഹാൻഡിൽസ്. നമ്മൾ ഫൈൻഡ് എലമെന്റ്സും പറഞ്ഞതുപോലെ ഇവിടെ വരുന്ന എന്താണ്? ഹാൻഡിൽസ്. അപ്പൊ ഇതൊരു ബിൽറ്റ്-ഇൻ ഫംഗ്ഷൻ ആണ്. ഒരു ബിൽറ്റ്-ഇൻ ആട്രിബ്യൂട്ട് ആണ്. ഇപ്പൊ ന്യൂ ടാബ് ഡോട്ട് ക്ലിക്ക് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതൂ. ഹാൻഡിൽ IDs ഈക്വൽസ് ഹാൻഡിൽ HANDLES ഉണ്ടോ? IDs വെച്ചോ, കുഴപ്പമില്ല. ഹാൻഡിൽസ് അല്ലെങ്കിൽ ഹാൻഡിൽ IDs ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ID ക്യാപിറ്റൽ ആണോ? എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. വേരിയബിൾ നെയിം ആണത്. ID self.browser. current_window_handles. ഹാൻഡിൽ ആണോ ഹാൻഡിൽസ് ആണോ? ഹാൻഡിൽസ്. HANDLE അല്ലേ? LES. ഹാൻഡിൽസ്. ഓക്കെ. എന്റർ അടിച്ചേ. എന്താ എറർ കാണിക്കുന്നതിന് മുകളിൽ കൊണ്ട് കേഴ്സർ വെച്ച ഹാൻഡിൽ ഐഡിയുടെ മേലെ എറർ ഉണ്ടോ? ഇല്ല.
വാണിംഗ് അല്ലേ, വാണിംഗ് കുഴപ്പമില്ല. എനിക്കിത് കണ്ടപ്പോൾ റെഡ് പോലെ തോന്നി, അതിനോടാ ചോദിച്ചു. ഓക്കെ, അതിന് താഴെ ടൈപ്പ് ചെയ്തോളൂ ഫോർ ഹാൻഡിൽ ഇൻ ഹാൻഡിൽ ഐ ഡി ഇല്ലല്ലോ. ഐ ഡി ഇല്ല. ഫസ്റ്റ് എന്തായിരുന്നു എന്റെ പേര്, നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തായിരുന്നു ഹാൻഡിൽ ഐ ഡി അല്ലേനോ. ഹാൻഡിൽ ഐ ഡി ഇൻ ഹാൻഡിൽ അണ്ടർസ്കോർ ഐ ഡി, സോറി ഹാൻഡിൽ ഐ ഡി, നിങ്ങൾ എന്താണോ ഒബ്ജക്ട് നെയിം കൊടുത്തിട്ടുള്ളത് അത് ഐ ഡി കോളൻ ഓക്കെ. താഴെ ടൈപ്പ് ചെയ്യാൻ അടിച്ചേ. നെക്സ്റ്റ് പഠിപ്പില്ല ഇഫ് ഹാൻഡിൽ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഹാൻഡിൽ കഴിഞ്ഞ് എന്ത് കൊടുക്കണം? ഇഫ് ഹാൻഡിൽ നോട്ട് ഈക്വൽസ്, അത് വന്നതാ, അത് മര്യാദ വന്നായിരുന്നു. നോട്ട് ഈക്വൽസ് ഫസ്റ്റ് വിൻഡോ. ഈ ഫസ്റ്റ് വിൻഡോ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ കൊടുത്ത ഡെമോ ക്യൂ അല്ലേ? അത് ഫസ്റ്റ് വിൻഡോ അല്ലെങ്കിൽ, അതായത് ഇപ്പൊ കറണ്ട് വിൻഡോയിലാണ് നമ്മൾ നിൽക്കുന്നെങ്കിൽ ശരിയല്ല മാം? അതെ മാം. ഇവിടെ എന്താ ഒരു എറർ കാണിച്ചേക്കുന്നത്? ഇപ്പൊ ഞാൻ എൻ്റർ അടിച്ചോ. ഓക്കെ, ഇവിടെ വരെ എല്ലാവരും എത്തിയോ? ഓക്കെ, സെൽഫ് ഡോട്ട് ബ്രൗസർ ഡോട്ട് ഇത് തന്നെയാണോ സ്വിച്ച് ടു വിൻഡോ ഹാൻഡിൽ? സ്വിച്ച് ടു അണ്ടർസ്കോർ വിൻഡോ ബ്രാക്കറ്റിൽ ഡൊണാൾഡ് സെൽഫ് ഡോട്ട് ബ്രൗസർ browser dot switch underscore to dot window ബ്രാക്കറ്റിൽ ഹാൻഡിൽ. ഇതെന്തോ മാം ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ കറന്റ് നമ്മളുടെ വിൻഡോ ഫസ്റ്റ് വിൻഡോ അല്ലെങ്കിൽ, ഫസ്റ്റ് വിൻഡോ അല്ല, ആൻഡ് ഫസ്റ്റ് വിൻഡോയിലാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്? ഫസ്റ്റ് ആദ്യം ഒരു ടാബ് ഉണ്ടായിരുന്നുള്ളൂ, ഒരു സ്പെസിഫിക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 ടാബ്സ് ആയി മാറി. അപ്പൊ ഏത് ടാബിൽ നിന്നാണോ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത്, ഏത് ടാബിൽ നിന്നാണോ നമ്മൾക്ക് ഈ ഒരു ക്ലിക്ക് എന്താ പറയാ ന്യൂ ടാബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തത്, അതിന്റെ ഹാൻഡിലായിട്ട് നമ്മൾ ആദ്യമേ റിസീവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടാണ്? ഫസ്റ്റ് ഹാൻഡിൽ മുകളിൽ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടില്ലേ, ബ്രൗസർ ഡോട്ട് കറന്റ് അണ്ടർസ്കോർ സ്ട്രിംഗ് അണ്ടർസ്കോർ ഹാൻഡിൽ, ആ ഒരു വേരിയബിള്. ഓക്കെ. പക്ഷെ ഹാൻഡിലിന് എന്തിനാ ഇത് ഇമ്പോർട്ടന്റ് ആണോ നമുക്ക്? ഏതാണ് നമ്മൾ ഈ പഠിക്കണ ഈ മൾട്ടിപ്പിൾ ടാബ്സ്? ഇല്ല, അത് ജസ്റ്റ് അറിഞ്ഞു വെക്കണം, അത്രേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊജക്ട് ഓട്ടോമേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് എടുക്കേണ്ട കാര്യമുണ്ടോ അല്ലേ? പ്രൊജക്ട് നോർമലി നമ്മൾ എടുക്കാറില്ല, പക്ഷെ ആവശ്യം വരാറുമുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മളോട് ഇപ്പൊ ഒരു അതായത് ഒരു സിനാരിയോ വഴിയാണ്,
നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് കേസ് വരികയാണെന്ന് വെച്ചോളൂ. അത് എന്ന് വെച്ചാല് click on a link and check if it is getting redirected to another page. Okay, in another tab, see if the specific element is displayed or not. അങ്ങനെയെല്ലാം ടെസ്റ്റ് ചെയ്യേണ്ടി വരുമല്ലോ അല്ലേ? നോർമൽ അല്ലേ അത്? എങ്ങനെ? അത് ചെയ്യേണ്ടി വരുന്നതല്ലേ മാം? എല്ലായ്പ്പോഴും ചെയ്യേണ്ടി വരില്ലല്ലോ. നമുക്ക് എല്ലായ്പ്പോഴും ചെയ്യേണ്ടി വരും. അത് വല്ലപ്പോഴും അല്ലേ വേണ്ടി വരുള്ളൂ. ലിങ്ക് ഒക്കെ ഉള്ളപ്പോ നമുക്കത് വേണ്ടി വരും, റൈറ്റ്? ലിങ്ക് ടെസ്റ്റ് ചെയ്യാൻ. അപ്പൊ നമ്മുടെ പ്രൊജക്ടിന്റെ പെർസ്പെക്റ്റീവിൽ അത്രയൊന്നും വലിയ ആവശ്യം വരില്ല. ഓക്കെ. ഇവിടെ ഇപ്പൊ മാം തരുന്നതിനകത്ത്. അതെ അതെ. ഓക്കെ ഓക്കെ, അതാ ഉദ്ദേശിച്ചത്. യെസ്. ഡോട്ട് സ്വിച്ച് ടു ഡോട്ട് വിൻഡോ ഓഫ് ഹാൻഡിൽ. ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇഫ് ഫോർ ഹാൻഡിൽ ഇൻ ഹാൻഡിൽ ഐ ഡി എന്ന് പറയുമ്പോൾ ഈ ഹാൻഡിൽ ഐ ഡിയിൽ എത്ര വാല്യൂസ് ഉണ്ട്? ഇപ്പോ ഒരു വാല്യൂ. ഹാൻഡിൽ ഐ ഡി എന്ന് പറയുന്ന വേരിയബിൾ ആണ് ചോദിച്ചേ. ഒരു വാല്യൂ അല്ലേ ഉള്ളൂ? ഒരു വാല്യൂ, രണ്ട് വാല്യൂ. നേരെ നോക്കി ലൈൻ നമ്പർ 12 നേരെ നോക്കി പറഞ്ഞേ. അല്ല, മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ട്. മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ട് ഇല്ലേ? കറന്റ് ഡോട്ട് വിൻഡോ ഡോട്ട് ഹാൻഡിൽസ് ആണ് കൊടുത്തത്. അണ്ടർസ്കോർ വിൻഡോ അണ്ടർസ്കോർ 3 മൾട്ടിപ്പിൾ ഉണ്ട്. 3 വാല്യൂ. കറന്റ് വിൻഡോ കൗണ്ട് ചെയ്തേ പറ. ഹാൻഡിൽസ്. എടാ നീ ഇങ്ങനെ ആലോചിക്ക്, ആ ടാബ് ക്ലിക്ക് ചെയ്യുമ്പോ പുതിയ ഒറ്റൊരെണ്ണല്ലേ ഓപ്പൺ ആവുന്നുള്ളൂ. അപ്പൊ സിംഗിൾ അല്ലേ വാല്യൂ? സിംഗിൾ ആണോ? അത് ഓപ്പൺ ചെയ്യുമ്പോ 2 ടാബ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലേടാ ബ്രൗസറില്? എനിക്ക് മനസ്സിലാവുന്നില്ല. നോക്ക്, ആ ക്ലിക്ക് ന്യൂ ടാബ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തു. നമ്മള് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോ എത്ര ടാബ് ഓപ്പൺ ആണ് അതില്? എടാ ആ ടാബിൽ ക്ലിക്ക് ചെയ്തു, അതിന്റെ റിസൾട്ട് പുതിയൊരു ടാബിൽ ഓപ്പൺ ആയി വന്നു. അപ്പൊ 2 എണ്ണം. അതല്ലേ പറഞ്ഞത് 2 എണ്ണെന്ന്. മനസ്സിലായോ? മനസ്സിലായി. ഇത്ര ഡയാന ക്ലിയർ ആയോ എങ്ങനെ 2 ടാബ് വന്നേന്നുള്ളത്? ഹലോ മാം, ക്ലിയർ ആയി. ക്ലിയർ ആയി. യെസ്. ഇനി അതിൽ കണ്ടീഷൻ എന്താണ്? ഇഫ് ഹാൻഡിൽ ഈസ് നോട്ട് ഈക്വൽ ടു ഫസ്റ്റ് വിൻഡോ. ഈ ഒരു ഹാൻഡിൽ ഐ ഡിസിലൊക്കെ റിട്രീവ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ ഫസ്റ്റ് വിൻഡോ ഹാൻഡിൽ ഐ ഡി ആവരുത്. കാരണം എന്താ? ഫസ്റ്റ് വിൻഡോ ഹാൻഡിൽ ഐ ഡി ആണെങ്കിൽ എനിക്ക് അവിടെ എന്തെങ്കിലും അഡീഷണലി സ്വിച്ചിങ് ചെയ്യേണ്ട ആവശ്യം വരുമോ? ഇല്ല. എനിക്ക് സ്വിച്ചിങ് എപ്പോഴും ആവശ്യം വരിക? പുതിയൊരു ടാബ് ഓപ്പൺ ആയിട്ടുണ്ട്, ആ പുതിയ ടാബിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യേണ്ട സമയത്തല്ലേ. അപ്പൊ ഞാൻ അവിടെ എന്താ കണ്ടീഷൻ കൊടുത്തില്ല? ഇഫ് ഹാൻഡിൽ ഈസ് നോട്ട് ഈക്വൽ ടു ഫസ്റ്റ് വിൻഡോ. ഓക്കെ, അത് മനസ്സിലായി. അത് കഴിഞ്ഞിട്ടുള്ളത് ഡോട്ട് സ്വിച്ച് ടു ഡോട്ട് വിൻഡോ ഓഫ് ഹാൻഡിൽ. സ്വിച്ച് ടു ഡോട്ട് വിൻഡോ എന്തിനു യൂസ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത്? സ്വിച്ച് ടു ഫംഗ്ഷൻ എന്തിനു യൂസ് ചെയ്യുന്നതാണെന്നാ പറഞ്ഞേ? ആദ്യത്തെ നിന്ന് മാറി അടുത്തതിലോട്ട് അടുത്തതിലേക്ക് ലൊക്കേഷൻ സ്വിച്ച് ചെയ്യാനായിട്ട് അല്ലേ? സോ ലെറ്റ്സ് സേ എനിക്ക് ഇവിടെ സ്വിച്ച് ചെയ്യാനുള്ളത് സെക്കൻഡ് ഇതുമായിട്ടാണ്. ഓക്കെ മാം, സെക്കൻഡ് ടാബുമായിട്ടല്ലേ? സെക്കൻഡ് ടാബുമായിട്ടാണ് എനിക്ക് സ്വിച്ച് ചെയ്യാനുള്ളത്. അപ്പൊ ഞാൻ എന്ത് കൊടുത്തു? ഇഫ് ഹാൻഡിൽ ഈസ് നോട്ട് ഈക്വൽ ടു ഫസ്റ്റ് വിൻഡോ. ആ ഹാൻഡില് ഫസ്റ്റ് വിൻഡോയിനോട് സെയിം അല്ലെങ്കിൽ ഈക്വൽ അല്ലെങ്കിൽ സെൽഫ് ബ്രൗസർ സ്വിച്ച് ടു വിൻഡോ ഓഫ് അലേർട്ട്സ് ഓഫ് ഹാൻഡിൽ. ഇപ്പൊ കറന്റ്ലി ഹാൻഡിലുള്ള വാല്യൂ ഒരു വാല്യൂ ഉണ്ട് അതർ ദാൻ ദ ഫസ്റ്റ് ടാബ് ബീയിങ് ഓപ്പൺ. ആദ്യം ഓപ്പൺ ചെയ്ത ടാബ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഏത് ടാബ് ഐ ഡി ആണോ പുതിയതായി വന്നിട്ടുള്ളത് അതിലേക്ക് സ്വിച്ച് ചെയ്യുക.
ക്ലിയർ ആണോ? മാം ഇതാ പിന്നെ ഫ്രെയിമിനകത്ത് മാം പറഞ്ഞു തന്നതായിരുന്നോ? ഫ്രെയിമിൽ പറഞ്ഞ സെയിം കാര്യം തന്നെ വിൻഡോയിൽ അപ്ലിക്കബിൾ ആണ്, സോറി ടാബിൽ അപ്ലിക്കബിൾ ആണ്. എവിടെയോ എനിക്ക് എന്തോ ഒന്ന് കിട്ടാതെ വരുന്നു എന്നൊരു ഡൗട്ട്. ഏതാ കിട്ടാത്തത്? സിൻടാക്സ് എങ്ങനെ പോകുന്നുള്ളത് ഈ സ്വിച്ച് ടു വരെ മനസ്സിലായി. അത് കഴിയുമ്പം സ്വിച്ച് ടു ഇത് ഏത് അല്ല ഇത് ഇതിനകത്ത് എഴുതിയേക്കുന്നതാണ്. ഇത് ഏത് വാല്യൂ മാം? ഈ ഏതിന്റെ അകത്ത്? ഈ ബ്രാക്കറ്റിനകത്ത് കൊടുത്തില്ലേ സ്വിച്ച് ടു, എനിക്ക് മനസ്സിലായി ആ സിൻടാക്സ് ആണത്. അണ്ടർസ്കോർ 2 എന്നുള്ളത് അല്ലേ? ഡോട്ട് നമ്മൾ പഠിച്ച് അണ്ടർസ്കോർ 2 നമ്മൾ ഫ്രെയിംസിൽ പഠിച്ചു. അവിടെ ഡോട്ട് ഫ്രെയിം എന്ന് വിളിച്ചു. ഇതായിരുന്നു മുകളിലുള്ളത്. ഞാൻ അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക മാം. ഓക്കെ. വിൻഡോസ്. അപ്പൊ ഇത് ആക്ച്വലി ഇതിപ്പോ ഈ വിൻഡോ എന്നും ഹാൻഡിൽ എന്നും മാം പറഞ്ഞേക്കുന്നത് ഇതെന്തുവാണ്? വിൻഡോ എന്നും ഹാൻഡിൽ എന്നും പറയുമ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വെച്ചാൽ പുതിയൊരു വിൻഡോയിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ടാബിലേക്ക് ഫോക്കസ് കൊണ്ടുപോകൂ. അതിന്റെ ഐഡിയ ആണ് ഞാൻ ഇപ്പോൾ ബ്രാക്കറ്റ്സിൽ പാസ് ചെയ്യുന്നത്. ഐഡി ആയിട്ട് എന്താണ് പാസ് ചെയ്യുക? നമ്മുടെ സെക്കൻഡ് ടാബിന്റെ ഐഡി. ഓക്കെ, സെക്കൻഡ് ടാബിന്റെ ഐഡി എന്ന് പറഞ്ഞാൽ ടാബ് ബട്ടൺ ഐഡിയുടെ വാല്യൂ ആണോ അതോ? ഐഡിയുടെ വാല്യൂ. അപ്പൊ ടാബ് ബട്ടൺ അല്ലേ വരണ്ടേ? ആ പുതിയ ടാബിന്റെ ബട്ടൺ, ന്യൂ ടാബ് ക്ലിക്ക് ചെയ്യുന്ന ബട്ടൺ ഇല്ലേ? ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് ടാബിലാണോ ഓപ്പൺ ആയി വരുന്നത് അപ്പൊ ആ ടാബിലാണ് നമ്മുടെ കൺട്രോൾ നിൽക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അതിന്റെ ഐഡിയുടെ വാല്യൂ ആണോ ഈ ഹാൻഡിൽ എന്ന് പറയുന്നത്? അതെ അതെ. ഓക്കെ. നമ്മളിപ്പോ ഒരു ഐട്രേഷൻ നടത്താന്ന് വിചാരിക്കും. ഇവിടെ ഐട്രേഷൻ നടത്തുമ്പോ എന്ത് സംഭവിക്കും? ആദ്യം ഫോർ ലൂപ്പ് കണ്ടു. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെ ലൂപ്പിനകത്ത് കിടക്കും. യെസ്, കറക്റ്റ്. ഇനി താഴെ വന്നിട്ട് കറന്റ് URL ഒന്ന് പ്രിന്റ് ചെയ്യിച്ചേ. ഇപ്പോഴത്തെ, അതായത് ഇപ്പൊ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അതിന്റെ. അതെ അതെ, പ്രിന്റ് ചെയ്യിച്ചോ ഡയറക്റ്റ്. ഓക്കെ. സോ പ്രിന്റ് self.browser.current URL ആണോ മാം? അല്ല, ഇവിടെ തന്നെ നിന്നോണ്ടല്ലേ മാം? എവിടെ നിന്നോണ്ടാണോ? എന്നോട് ശരിയെന്നാ പറ. ശരിയെന്നാ പറ. ഇവിടെ നിന്നോണ്ട്. അവിടെ നിന്നോണ്ടാ ആണോ? ഇനി ക്ലാസ്സിന് ഒബ്ജക്ട് വരെ ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല, ഞാൻ നല്ല അടി കിട്ടും. പ്രിന്റ് ചെയ്യിക്കുവല്ലേ? അതെ, പ്രിന്റ് ചെയ്യിക്കുവല്ലേ? പ്രിന്റ് ചെയ്യിക്ക്. പ്രിന്റ് browser.current URL പ്രിന്റ് ചെയ്യിക്കുവല്ലേ? പ്രിന്റ് ചെയ്യിച്ചോ, പ്രിന്റ് ചെയ്യിക്ക്. അതിന്റെ ഉള്ളിൽ ഒന്ന് പ്രിന്റ് ചെയ്യിക്കുക ആദ്യം. ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റും. ടാബ് അടിച്ചോ, ടാബ് അടിച്ച് ഇങ്ങോട്ട് തിരിച്ചു വാ. പ്രിന്റ് ചെയ്യും. ഞാൻ ചോദിച്ചപ്പോഴും കൺഫ്യൂഷൻ ആയി പോയോ? മാം ചോദിച്ചപ്പോ ഇനി ഞാൻ പുറത്തിറങ്ങണോ? അങ്ങനെ കൺഫ്യൂഷൻസ് പാടില്ല കേട്ടോ. അത് ശിഖാന്നല്ല, ആരാണെങ്കിലും ശരി. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമോ? ഓക്കെ, ഇതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് തന്നെയല്ലേ വേണ്ടത്? അത് ചോദിക്കണം കേട്ടോ. അപ്പൊ എന്നോടൊന്നല്ല, ആരോടാണെങ്കിലും ശരി. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഇന്റർവ്യൂസിൽ നോർമലുള്ള പാറ്റേണാ ഞാൻ പറഞ്ഞത്. നോർമലി നമ്മൾ ഓൾറെഡി ഇന്റർവ്യൂവിന്റെ സ്ട്രെസ്സിലായിരിക്കും. അവരിങ്ങനെ കുറെ ചോദിച്ച് നമ്മളിട്ട് കുഴപ്പിക്കൂ. എത്രത്തോളം ടെൻഷനും സ്ട്രെസ്സും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അറിയാനാണ് ചെയ്യിക്കുന്നത്.
ആ സമയത്ത് ഇവിടെയാണോ ചെയ്യുന്നേ അതെ ഇവിടെയാണ് സെർച്ച് ചെയ്യുന്നത് എന്ന് പറയാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണം. അല്ല ഇവിടെയാണെന്ന് ഞാൻ പറഞ്ഞു നീ അവിടെ ആണോ അതൊക്കെ ചോദിക്കൂ, പല തരത്തിൽ ചോദിക്കൂ. ആണെങ്കിൽ ആണ്, അത് ഉറപ്പിച്ചു പറയാ. പിന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഓക്കെ പ്രിന്റ് ചെയ്യിപ്പിച്ചു. നെക്സ്റ്റ് ഇനി ഇഫിന്റെ അകത്ത് ഞാൻ അത് കഴിഞ്ഞ് താഴെ കൊടുത്തോളൂ. സെൽഫ് ഡോട്ട് ബ്രൗസർ ഡോട്ട് switch underscore to ഫംഗ്ഷൻ ബ്രാക്കറ്റ്സില് നിങ്ങൾ കൊടുത്ത ഫസ്റ്റ് വിൻഡോ ഹാൻഡിൽ ഐഡിയുടെ നെയിം എന്താ? ഫസ്റ്റ് വിൻഡോ എന്നല്ലേ? അതെ, ഫസ്റ്റ് വിൻഡോ ബ്രാക്കറ്റ്സിൽ പാസ് ചെയ്തേ. സ്വിച്ച് ടു വിൻഡോ എന്ന് കൊടുക്കണം മാം. സ്വിച്ച് ടു വിൻഡോ വേണ്ട, സ്വിച്ച് അണ്ടർസ്കോർ ടു സോറി സ്വിച്ച് ടു ഡോട്ട് വിൻഡോ, സ്വിച്ച് അണ്ടർസ്കോർ ടു മൈ ബാഡ്, ഡോട്ട് വിൻഡോ അല്ലേ? ഡോട്ട് വിൻഡോ. ഓക്കെ, ഫസ്റ്റ് വിൻഡോ. ഓക്കെ, ആദ്യത്തെ കൊടുത്തു. ഇനി ഈ ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ആക്സസ് ബ്രൗസറിനെ വിളിക്കുക, വെരിഫൈ മൾട്ടിപ്പിൾ ടാബ്സിനെ വിളിക്കുക. വിളിച്ചു നോക്കിക്കേ. ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം അല്ലേ? ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ ക്ലാസിന്റെ അവിടെ വന്നല്ലോ. വരണം. ഏതെങ്കിലും ഒരു ഇത് വിളിച്ച ഏതെങ്കിലും ഒരു പേര് വേരിയബിൾ നെയിം കൊടുത്തോ. മൾട്ടിപ്പിൾ ടാബ്സ് ഈക്വൽസ്. ഓക്കെ, മൾട്ടിപ്പിൾ ടാബ്സ് വന്നു. ഹാൻഡിൽ മൾട്ടിപ്പിൾ ടാബ്സ്. പിന്നെ നമ്മുടെ ഫംഗ്ഷനെ വെച്ച് വെരിഫൈ മൾട്ടിപ്പിൾ ടാബ്സ്. അതിനു മുന്നേ ആക്സസ് ബ്രൗസർ. ഓക്കെ, ഹാൻഡിൽ മൾട്ടിപ്പിൾ ടാബ്സ്. എന്നിട്ട് നമ്മള് എന്തിനൊക്കെ ആയിരുന്നു വിളിക്കുന്നത്? ആക്സസ് ബ്രൗസറിനെ വിളിക്കണം അല്ലേ? അതെ, ആക്സസ് ബ്രൗസറിനെ വിളിക്കണം. എന്തായിരുന്നു അതിന്റെ ഇതെന്തായിരുന്നു മാം? എങ്ങനെയായിരുന്നു പറഞ്ഞോ. മൾട്ടിപ്പിൾ ടാബ് ഡോട്ട് ആക്സസ് ബ്രൗസർ. നമ്മുടെ ഇതിനെ വിളിക്കണ്ടേ? വെരിഫൈ അതിനെ വിളിക്കണ്ടേ? ഇനി വെരിഫൈ മൾട്ടിപ്പിൾ ടാബ്സിനെ വിളിക്കാം. അതെങ്ങനായിരുന്നു? അതെന്തായിരുന്നു? ഡോട്ട് വെരിഫൈ അല്ലെ? വെരിഫൈ മൾട്ടിപ്പിൾ ടാബ്സ്. യെസ്. മൾട്ടിപ്പിൾ ടാബ് നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാമല്ലോ. പിന്നെന്താ അവിടെ പ്രശ്നം? എവിടെ എന്താ പ്രശ്നം? അല്ല, ഇവിടെ ഒരു വാണിംഗ് എന്താ? അത് കുഴപ്പമില്ല, വാണിംഗ്സ് കാര്യാക്കണ്ട. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്യട്ടെ മാം. ടൈം ഡോട്ട് സ്ലീപ്പ് എല്ലാം കൊടുക്കണോ? ടൈം ഡോട്ട് സ്ലീപ്പ് വേണ്ട. ജസ്റ്റ് എനിക്കൊന്ന് വേണം തോന്നല്ലോ. കറന്റ് അണ്ടർസ്കോർ അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. വെബ് ഡ്രൈവർ ഹാസ് നോ ആട്രിബ്യൂട്ട് കറന്റ് അണ്ടർസ്കോർ വിൻഡോ അണ്ടർസ്കോർ ഹാൻഡിൽസ്. വൈ? കറന്റ് അണ്ടർസ്കോർ വിൻഡോ അണ്ടർസ്കോർ അല്ല, വിൻഡോ അണ്ടർസ്കോർ ഹാൻഡിൽസ്. മുകളിലേക്ക് പോയിക്കേടാ.
വിൻഡോ അണ്ടർസ്കോർ ഹാൻഡിൽസ് കറന്റ് അണ്ടർസ്കോർ ഇല്ലേ, വിൻഡോ അണ്ടർസ്കോർ ഹാൻഡിൽസ് മാത്രം കൊടുക്കുക. ഇവിടാണോ മാം? 12-ലാണോ? 12 കറന്റ് അണ്ടർസ്കോർ റിമൂവ് ചെയ്തേടാ. ഓക്കെ. വിൻഡോയുടെ തൊട്ടുമുമ്പത്തെ അണ്ടർസ്കോർ അണ്ടർസ്കോർ. വേണം. യെസ്, ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്തേ. എനിക്കും അത് തന്നെയാ മിസ്റ്റേക്ക് കേട്ടോ. അതായത് സെൽഫ് ഡോട്ട് ബ്രൗസർ ഡോട്ട് വിൻഡോ ഹാൻഡിൽസ് എന്ന് കൊടുത്താൽ മതി അല്ലേ? വിൻഡോ അണ്ടർസ്കോർ ഹാൻഡിൽസ് മതി. അതെ. ഓക്കെ. പ്രിന്റ് ആയി കിട്ടിയില്ലേ? demoqa.com/sample. ഇതായിരുന്നു നിങ്ങൾക്ക് ഓപ്പൺ ആയി വന്ന വിൻഡോ അല്ലേ? ക്ലിയർ ആണോടാ? പക്ഷേ ഫസ്റ്റ് വൺ അല്ലേ നമുക്ക് ആക്ച്വലി വരേണ്ടത്? സെക്കൻഡ് വണ്ണിന്റെ ഐഡി അല്ലേ വരണ്ടേ? നമ്മളുടെ URL ഏതാടാ? ഫസ്റ്റത്തെ URL ഏതാ? demoqa.com/browser windows അല്ലേ? ഓ യാ ശരി. ഞാൻ ആദ്യത്തെ അടിക്കുവാണല്ലോ മാം. ഷെയർ ചെയ്തേ. ഇവിടെ എന്തോ ബ്രൗസർ ഐഡി മാം ഇത് കാണാമോ മാം? കാണാം. ഹാൻഡിൽസ് എന്താ അടിക്കുന്നത് നോക്കട്ടെ. വെയിറ്റ്. താഴെ അടിക്കാന്നേ. ന്യൂ ടാബ് ഡോട്ട് ക്ലിക്കിന് എന്താ അവിടെ പ്രശ്നം? ശരിയല്ലത്. ഈക്വൽസ് ടാബ് ബട്ടൺ ക്ലിക്ക് ഇന്റർസെപ്റ്റഡ് ആണ്. ഒരു കാര്യം ചെയ്തേ, റിൻറ്റു ഡോട്ട് ഗെറ്റ് വിളിക്കുന്നില്ലേ? ഡോട്ട് ഗെറ്റ് കഴിഞ്ഞതിന്റെ ശേഷം ഡോട്ട് ഗെറ്റ് അല്ല സോറി, ആ ന്യൂ ടാബിന്റെ തൊട്ട് മുന്നേ ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുത്തേ. ഡോട്ട് സ്ലീപ്പ് ഓഫ് 5 എങ്ങാനും കൊടുത്തേ. എന്താ നോക്കട്ടെ, ഞാനൊന്ന് റൺ ചെയ്യാവേ. നീ ടൈം 5 സെക്കൻഡ് ആണോ കൊടുത്തേ? ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്തടാ. ഒരു വട്ടം കൂടി എക്സിക്യൂട്ട് ചെയ്യാ, ഞാൻ പറയുമ്പോ സ്ക്രോൾ ചെയ്യാ കേട്ടോ. എക്സിക്യൂട്ട് ചെയ്തേ. ഒരു വട്ടം കൂടി എക്സിക്യൂട്ട് ചെയ്യാ, ഞാൻ പറയുമ്പോ സ്ക്രോൾ ചെയ്യാ കേട്ടോ. സ്ക്രോൾ ചെയ്ത കൺസോൾ ആണോ മാം സ്ക്രോൾ ചെയ്യണ്ടേ? അല്ലല്ല, ആപ്ലിക്കേഷനിൽ. ഓക്കെ. ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്. ഏതല്ല, വിൻഡോ അല്ല, അത് നമ്മളുടെ പേജ്, വെബ് ആപ്ലിക്കേഷൻ. സ്ക്രോൾ ചെയ്ത് അതല്ലടാ, ഇപ്പൊ ഓപ്പൺ ആയ വിൻഡോ ക്ലോസ്. ഒരു വട്ടം കൂടെ പോയിക്കേ. അതല്ല, പൈച്ചാമിലേക്ക് പോയിക്കേ. സക്സസ് ആയോ? പൈച്ചാമിലേക്ക് പോയിക്കേ. സക്സസ് ആയോ? ഇപ്പൊ ഫെയിലിയർ അല്ലേ? ഇത് എക്സിക്യൂട്ട് ആയപ്പോ ആ ടാബ് ഓപ്പൺ ആയി വന്നില്ലേ? ഫസ്റ്റ് ടാബ് ഏകദേശം ലോഡായി തീരാനാകുമ്പോ ആ ടാബിനൊന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വിടുക. QA ബൈബിളോ? QA ബൈബിൾ അല്ല, ഇത് QA ബൈബിൾ കഴിഞ്ഞിട്ടുള്ള പേജ്. ഡെമോ QA എത്തുമ്പോ ഞാൻ പറയുമ്പോ ഒരു വട്ടം കൂടെ എക്സിക്യൂട്ട് ചെയ്തേ. നിന്റെ ബ്രൗസറിന്റെ സ്പീഡും ഈ നമ്മുടെ കോഡിന്റെ സ്പീഡും തമ്മിൽ കോമ്പാറ്റിബിൾ ആവുന്നില്ല, അതുകൊണ്ടാണ്. ഇനി നമ്മളുടെ ഈ വെബ് പേജിൽ കേട്ടോ, ഞാൻ പറയുമ്പോ സ്ക്രോൾ ചെയ്യണേ.
സ്ക്രോൾ ചെയ്തേ, ഉം, കുറച്ച് മുകളിലേക്ക്. ഉം. ആ മതി 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 മതി. യെസ്, വന്നില്ലേ? എന്നാ കാര്യം മാം? അത് ചില നമ്മളുടെ വെബ് ആപ്ലിക്കേഷനിൽ ഉള്ള പിക്സൽ വാല്യൂസ് ഉണ്ടല്ലോ. പിക്സൽ വാല്യൂസ് എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഓരോ ടാബും ഓരോ സെക്ഷനും എക്സിസ്റ്റ് ചെയ്യുന്ന എന്താ പറയാ, ഒരു ഗ്രാഫ് പോലെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും കിടക്കുന്ന ഒരു വാല്യൂ. ആ, അത് ചില സിനാരിയോസിൽ എന്ത് സംഭവിക്കും വെച്ചാല്, ഇതൊക്കെ കുറച്ച് ഞാനിപ്പോ നിങ്ങൾക്ക് തന്ന URL കുറച്ച് ഏജ് ഓൾഡ് ആയിട്ടുള്ള URL ആണ്. ആ, അപ്പൊ അങ്ങനെയുള്ള URLs എന്താ സംഭവിക്കുക എന്ന് വെച്ചാല്, നമ്മൾക്ക് ഈ പറയുന്ന നമ്മൾക്കിപ്പോ അപ്പൊ അവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാ, ഈ പറഞ്ഞതുപോലെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എല്ലാ തവണയും ഒരുപോലെ നമ്മളുടെ ഡ്രൈവറിന്റെ കൺട്രോൾ ഈ ന്യൂ ടാബ് എന്ന് പറഞ്ഞ ക്ലിക്കിന്റെ അടുത്തേക്ക് ബട്ടന്റെ അവിടേക്ക് എത്തത്തില്ല. ഉം. അപ്പൊ നമ്മളൊന്ന് സ്ക്രോൾ ചെയ്ത് വിട്ടാല് പിന്നെ ഡ്രൈവർ ഹാൻഡിൽ ചെയ്തോളും. ഇനി സ്ക്രോളിംഗ് ഓക്കെ ഓക്കെ. മനസ്സിലായോ? ഇനി സ്ക്രോളിംഗ് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യും. നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് പഠിക്കുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മാനുവലി ഒന്ന് സ്ക്രോൾ ചെയ്ത് വിടുക. ഓക്കെ മാം. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. ഞാൻ പക്ഷെ ഇത് സ്ക്രോളിംഗിന്റെ ഇഷ്യൂ ആണെന്ന് മാമിന് എങ്ങനെ മനസ്സിലായി? ഇന്റർസെപ്ഷൻ എറർ എന്നാണ് വരിക അതിന്. ഏതാ ആ എററിൽ ഇന്റർസെപ്ഷൻ എറർ എന്ന് കണ്ടിരുന്നോ? ഞാൻ ഓർക്കുന്നില്ല. ഇന്റർസെക്ഷൻ എറർ അല്ലേ? ഇന്റർസെപ്ഷൻ എറർ എന്ന് വരും. ഇന്റർസെപ്ഷൻ എറർ എന്ന് വെച്ചാല് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നാണ് എന്റെ മീനിങ്. ഓക്കെ, മനസ്സിലായി മനസ്സിലായി മനസ്സിലായോ? മനസ്സിലായി മാം. അത് കണ്ടോണ്ടാണ് ഞാൻ പറഞ്ഞത് സ്ക്രോളിംഗിന്റെ ഇഷ്യൂ ആണ് എന്ന്. ഓക്കെ, മനസ്സിലായി. അപ്പോ ഞാൻ ഇന്നാകെ 8 ടോപ്പിക് എടുത്തുള്ളൂ. അപ്പൊ ഇത് നമ്മൾ ഞാൻ ഇന്നെടുത്ത ടോപ്പിക് ഇന്ന് വരെ എടുത്ത ടോപ്പിക്സ് ഏതൊക്കെയാണോ എല്ലാം നല്ലോണം നോക്കുക കേട്ടോ ഒന്ന്. ബിക്കോസ് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, നമുക്ക് ഇനി 1, 2, 3 ടോപ്പിക് കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ബേസിക് സെലീനിയം കഴിഞ്ഞു, പ്രൊജക്റ്റിലേക്ക് എത്തി. അപ്പൊ ആ സമയത്തേക്ക് നിങ്ങൾക്ക് പ്രൊജക്റ്റിലേക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാനായിട്ട് ഇപ്പൊ തന്നെ നോക്കുക. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നിങ്ങൾക്ക് നാളെ സെഷൻ ഇല്ല കേട്ടോ. നാളെ സെക്ഷൻ ഇല്ല. സെഷൻ ഇല്ല, ഞാൻ നാളെ ലീവാണ്. ഓക്കെ മാം. ഓക്കെ, ശരി. താങ്ക് യു. താങ്ക് യു.